Hello my dears. So today in this video we'll be dealing with Unit 2 of Module 1 Vocabulary from our third semester General English paper English for Career. Unit 1 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഇൻട്രോ, ഇതിൽ ഏതൊക്കെ മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, എങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു ഇൻട്രോ ഞാൻ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുന്നില്ല. യൂണിറ്റ് 2 പോവാണ്. ആദ്യം തന്നെ ഒരു ഡീറ്റെയിൽഡ് പാസേജ് ആണുള്ളത്. ആ പാസേജ് നന്നായിട്ട് വായിക്കുക. റീഡ് ഇൻ ബിറ്റ്വീൻ ലൈൻസ്, അങ്ങനെയാണ്. അതായത് ഓരോ ലൈൻസും വായിക്കുമ്പം കെയർഫുള്ളി നിങ്ങൾ അത് മനസ്സിലാക്കി തന്നെ വായിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം ആദ്യം വായിക്കുമ്പോൾ തന്നെ ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആ പാസേജുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഏത് ലൈനിൽ ഏത് ഭാഗത്താണെന്നുള്ളത്. സോ പാസേജിലോട്ട് വരിക, ആദ്യം പാസേജ് വായിക്കുക, അതിനുശേഷം എക്സസൈസ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. Read the passage given below and complete the exercises that follow. So this passage is all about Muhammad Yunus, a Bangladeshi who won the Nobel Prize for Peace in 2006. 2006 സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് നേടിയ മുഹമ്മദ് യൂനസ് എന്ന ബംഗ്ലാദേശി വ്യക്തിയെക്കുറിച്ചാണ് ഈ ഒരു പാസേജിൽ പറഞ്ഞിട്ടുള്ളത്. Muhammad Yunus, the founder of Grameen Bank, is a Bangladeshi banker, author and economist whose focus on microcredit and microfinance concepts led to him being awarded the Nobel Prize in 2006 for efforts to create economic and social development from below. അതായത് ഗ്രാമീണ ബാങ്കിന്റെ ഫൗണ്ടറും ബംഗ്ലാദേശ് ബാങ്കറും എഴുത്തുകാരനും എക്കണോമിസ്റ്റുമാണ് നമ്മുടെ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം മൈക്രോ ക്രെഡിറ്റ്, മൈക്രോ ഫൈനാൻസ് എന്ന കോൺസെപ്റ്റിലൂടെ, അല്ലെങ്കിൽ മൈക്രോ ക്രെഡിറ്റ്, മൈക്രോ ഫൈനാൻസ് എന്ന ആശയത്തിലൂടെ താഴേക്കിടയിൽ നിന്ന് സോഷ്യൽ ഡെവലപ്മെന്റിനും ഇക്കണോമിക്കൽ ഡെവലപ്മെന്റിനും, എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇക്കണോമിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? സാമൂഹികപരമായിട്ടുള്ള വികസനത്തിനും സാമ്പത്തികപരമായിട്ടുള്ള വികസനത്തിനും അദ്ദേഹം ഒരുപാട് ശ്രമങ്ങൾ നടത്തി. സോ ഈ ഒരു ശ്രമങ്ങൾക്ക് 2006 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. ഇവിടെ മൈക്രോ എന്ന ഒരു ടേം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്താണ് മൈക്രോ എന്ന് പറയുന്നത്? ചെറിയ രീതിയിൽ, അതായത് മൈക്രോ മീൻസ് സ്മോൾ, മാക്രോ എന്ന് പറയുന്നതോ വലിയ രീതിയിൽ. സോ മൈക്രോയുടെ ഓപ്പോസിറ്റ് ആണ് മാക്രോ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു പാസേജിന്റെ ഈ ഒരു ലൈനിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലേ? നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത്, Yunus was born on 20th June 1940 in Chittagong. His father was a jeweler and his mother was his role model, a woman who helped anyone that knocked on their door. After high school and college, Yunus completed his PhD in economics in the US and worked as an assistant professor of economics till 1972 when he returned to Bangladesh. It was during this time that Yunus would stumble across an idea that would lead to him helping millions of poverty-stricken people and would lead to him being awarded the Nobel Prize. 20th June 1940 ചിറ്റഗോങ്ങിലാണ് മുഹമ്മദ് യൂനസിന്റെ ജനനം. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു രത്ന വ്യാപാരിയായിരുന്നു. അമ്മയാകട്ടെ അദ്ദേഹത്തിന്റെ റോൾ മോഡലാണ്. കാര്യം ആ അമ്മ സഹായമായി അവരുടെ വീടിന്റെ പടിവാതിൽക്കൽ എത്തുന്ന എല്ലാവരെയും സഹായിക്കും. അത്രയും ഒരു കൈൻഡ് ഹാർട്ടഡ് വുമൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ അമ്മയെന്ന് പറയുന്നത്. ഹൈസ്കൂൾ പഠനത്തിനും കോളേജ് പഠനത്തിനും ഒക്കെ ശേഷം യൂനസ് ഇക്കണോമിക്സിൽ PhD പഠനം US നിന്ന് പൂർത്തിയാക്കി. സോ തിരിച്ച് ബംഗ്ലാദേശിൽ വന്നു കഴിഞ്ഞ് അദ്ദേഹം 1972 വരെ ഇക്കണോമിക്സ് സബ്ജക്റ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു. ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വന്ന ആ ഒരു സമയത്താണ് ദാരിദ്ര്യത്തിൽ അകപ്പെട്ട് കഴിയുന്ന ആ ഒരു ജനതയെ സഹായിക്കണം എന്നുള്ള ഒരു ഐഡിയ അദ്ദേഹത്തിന് മനസ്സിലേക്ക് വരുന്നത്. ആ ഒരു ആശയം അദ്ദേഹത്തിന് ഉണ്ടാകുന്നതോടെ തുടർന്ന് അത് നോബൽ പ്രൈസ് കിട്ടുന്നതിന് കാരണമായി മാറുകയും ചെയ്തു. In 1974, Bangladesh suffered from a famine resulting from rain and massive flooding that devastated crops, and the people of Bangladesh received no relief or aid from other countries. Yunus began to be actively involved in poverty reduction. He established a rural economic program as a research project and visited the poorest households in a village near Chittagong. 1974 ബംഗ്ലാദേശിൽ വലിയൊരു ക്ഷാമം ഉണ്ടായി. മഴയെ തുടർന്നും പ്രളയത്തെ തുടർന്നും കൃഷികളും വിളകളും എല്ലാം നശിച്ചു. ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് ആരിൽ നിന്നും സഹായം ലഭിച്ചില്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും ലഭിച്ചില്ല. സോ ഈ ഒരു ദാരിദ്ര്യാവസ്ഥ കുറയ്ക്കുന്നതിനായി യൂനസ് ശക്തമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. റിസർച്ച് പ്രൊജക്ട് എന്ന രീതിയിൽ അദ്ദേഹം ഒരു റൂറൽ എക്കണോമിക് പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ചെയ്തു. അതേ തുടർന്ന് ചിറ്റഗോങ്ങിനടുത്തുള്ള ഏറ്റവും പാവപ്പെട്ട വീടുകളും കുടുംബങ്ങളും എല്ലാം അദ്ദേഹം സന്ദർശിച്ചു.
He interviewed a woman who was making bamboo stools and learned that she was being charged exorbitant rates for her lawn and thus was barely making a profit. അവിടെ മുളയുടെ സ്റ്റൂൾസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ത്രീയെ അദ്ദേഹം ഇന്റർവ്യൂ ചെയ്തു. വലിയ ഒരു ചാർജ് ലോൺ എടുത്തതിനെ തുടർന്ന് അവരിൽ നിന്നും പിടിക്കുന്നുണ്ടെന്നും ആയതിനാൽ അവർക്ക് അവരുടെ ജോലിയിൽ നിന്ന് യാതൊരു ലാഭവും അധികം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ആ ഒരു പോയിന്റിൽ അദ്ദേഹം അത് റിയലൈസ് ചെയ്തു. He realized the potential for recovery then and there, and in an exhibition of practical economics, loaned the equivalent of $27 to 42 women in the village. It was his first loan. ഈ സമയത്ത്, അതായത് അവിടെ ആ ഒരു പോയിന്റിൽ വെച്ച് ദാരിദ്ര്യം കുറയ്ക്കുവാനുള്ള ഒരു മീഡിയം അദ്ദേഹം തിരിച്ചറിഞ്ഞു. $27 ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് പൈസ ആ വില്ലേജിലെ 42 സ്ത്രീകൾക്ക് ലോണായിട്ട് അദ്ദേഹം നൽകി. ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ലോൺ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലോൺ ഇതായിരുന്നു. വിത്ത് മോർ അഡ്വാൻറ്റേജസ് റേറ്റ്സ് ദീസ് വിമൻ വെർ ഏബിൾ ടു റേസ് ദെയർ പ്രോഫിറ്റ്സ് ആൻഡ് മാനേജ് ബെറ്റർ ദാൻ ബിഫോർ. കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള റേറ്റിൽ ഈ സ്ത്രീകൾക്ക് അവരുടെ ജോലിയിൽ നിന്ന് ലാഭം കൂട്ടുവാനും പഴയ അവസ്ഥയേക്കാൾ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിച്ചു. വിത്തൗട്ട് ദീസ് ന്യൂ റേറ്റ്സ് ദ വിമൻ വുഡ് ലൈക്ലി ഹാവ് ബീൻ സ്റ്റക്ക് ഇൻ എ റട്ട് ഫോർ ദ റെസ്റ്റ് ഓഫ് ദെയർ ലൈഫ്. യൂനസ് റിയലൈസ് ദാറ്റ് on a smaller scale, microfinance and microcredit could really help Bangladesh struggle with poverty. ഈ പുതിയ റേറ്റ്സ് വന്നില്ലായിരുന്നെങ്കിൽ ഈ സ്ത്രീകളുടെ ജീവിതം പഴയതുപോലെ തന്നെ പാറ്ററ്റിക്കലായിട്ട് തന്നെ അത്രയും കഷ്ടപ്പാട് നിറഞ്ഞു തന്നെ ഒരു ലാഭമൊന്നും ഇല്ലാണ്ട് സ്ട്രഗിൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. ഈ പോവർട്ടി റിലേറ്റ് ചെയ്ത് ബംഗ്ലാദേശിന്റെ സ്ട്രഗിളിൽ നിന്നും മൈക്രോ ഫൈനാൻസ്, മൈക്രോ ക്രെഡിറ്റിനും ചെറിയ രീതിയിലെങ്കിലും ബംഗ്ലാദേശിനെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് യൂനസ് തിരിച്ചറിഞ്ഞു. സോ ഇതാണ് നമ്മുടെ പാസേജ് നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം അതിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം നമ്മൾ പാസേജ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ വേർഡിന്റെ അർത്ഥം കണ്ടെത്താൻ പറഞ്ഞാൽ നന്നായിട്ട് പാസേജ് വായിച്ച ഒരാൾക്ക് പെട്ടെന്ന് ആ വേർഡ് എവിടെയാണ് നമ്മൾ കണ്ടത്, എവിടെയാണ് ആ ഒരു വേർഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അർത്ഥം വരുന്നത് എന്നൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. സോ പാസേജ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എക്സസൈസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. കാര്യം ഇങ്ങനെ ഒരുപാട് പാസേജുകൾ വായിക്കുകയും അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ എക്സാമിന് നമുക്ക് അത്രയും പാട് വരില്ല, ആൻസർ കണ്ടെത്താനായിട്ട് എളുപ്പമായിരിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പാസേജ് ഈസ് ദ പ്രിഫിക്സ് ഡാഷ് ഇസ് യൂസ്ഡ് ഇൻ ദ പാസേജ് ഫോർ സ്മോൾ സ്കെയിൽ എന്ന അർത്ഥം വരുന്ന, ചെറിയ രീതിയിൽ എന്ന അർത്ഥം വരുന്ന പ്രിഫിക്സ് എവിടെയാണ് ഈ പാസേജിൽ യൂസ് ചെയ്തതെന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു മൈക്രോ എന്ന് പറയുന്ന ടേമിന്റെ അർത്ഥം എന്താണ്? മൈക്രോ മീൻസ് സ്മോൾ. സോ ആൻസർ ഇസ് മൈക്രോ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ വേർഡ് ഡെവസ്റ്റേറ്റഡ് മീൻസ്. ഡെവസ്റ്റേറ്റഡ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ഡിവോയിഡ് ആണോ, ഡെസ്പറേറ്റ് ആണോ, ഡെസ്ട്രോയിഡ് ആണോ, ഡെസേർട്ടഡ് ആണോ? നശിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാണ്ടാവുക, അതാണ് ഡെവസ്റ്റേറ്റഡിന്റെ അർത്ഥം. സോ ആൻസർ ഇസ് ഡിസ്ട്രോയിഡ്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, ദ ഫ്രേസ് ദറ്റ് മീൻസ് വിതൗട്ട് എനി ചേഞ്ച് ഓർ ഇംപ്രൂവ്മെന്റ്. യാതൊരു മാറ്റവും ഇല്ല, ഒരു ഇംപ്രൂവ്മെന്റും ഇല്ല. ഈ ഒരു അർത്ഥം വരുന്ന ഫ്രേസ് എവിടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ്. നമ്മുടെ പാസേജില് സെക്കൻഡ് പാരഗ്രാഫിലെ ഏറ്റവും എൻഡില് സ്റ്റക്ക് ഇൻ എ റട്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? സോ അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. സ്റ്റക്ക് ഇൻ എ റട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ, വിതൗട്ട് എനി ചേഞ്ച്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഫ്രേസ് ഫ്രം ബിലോ ഇൻ ദ ഫസ്റ്റ് സെന്റൻസ് ഇസ് യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ്. നമ്മൾ പാസേജ് തുടങ്ങിയ സമയത്ത് ഫ്രം ബിലോ എന്നത് ആ ഒരു ഫസ്റ്റ് ലൈനിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സെൻസ് എന്താണെന്നാണ് ചോദ്യം. ബിലോ സീ ലെവൽ എന്നാണോ? അല്ല. ഫ്രം എ ഡിസഡ്വാൻറ്റേജ് കൺട്രി, ബിലോ പോവർട്ടി ലൈൻ, നൺ ഓഫ് ദ എബോവ്. ഏതാണ് ആൻസർ? ഫ്രം എ ഡിസഡ്വാൻറ്റേജ് കൺട്രി എന്നതാണ് ആൻസർ. ആൻഡ് ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ വേർഡ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു എക്സോർബിറ്റന്റ് ഡേയ്സ്. എക്സോർബിറ്റന്റ് എന്ന ഇതുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അർത്ഥം വരുന്ന ഈ തന്നിരിക്കുന്നതിൽ ഏത് വേർഡാണെന്നാണ്. ഇൻഎഫക്റ്റീവ്, എക്സ്പെക്റ്റഡ്, ഈസിലി അവൈലബിൾ, ഹൈലി പ്രൈസ്ഡ് എന്നതാണ് ആൻസർ. എക്സോർബിറ്റന്റ് എന്ന് പറഞ്ഞാൽ മച്ച് ടു ഹൈ എന്നതാണ് അതിന്റെ അർത്ഥം. ഓക്കെ. ആൻഡ് സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ വേർഡ് റേറ്റ്സ് ഈസ് റിലേറ്റഡ് ടു. റേറ്റ് എന്ന് പറയുന്ന വേർഡ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? കോസ്റ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ലോസ്. എന്തുമായിട്ട് ചേർന്നിട്ടുള്ളതാണ്? ഇൻട്രസ്റ്റുമായിട്ടാണ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സെവൻത് ക്വസ്റ്റ്യൻ, ദ വേർഡ് ദാറ്റ് ഇസ് ദി ആന്റോണിം ഓഫ് അർബൻ ഈസ്. അർബൻ എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ് ചോദ്യം. അർബൻ, റൂറൽ. ആൻസർ ഈസ് റൂറൽ. ആൻഡ് എയ്ത്ത് ക്വസ്റ്റ്യൻ, എക്സിബിഷൻ ഓഫ് മീൻസ്. എക്സിബിഷൻ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ, ഡിസ്പ്ലേ ഓഫ്, ബി, ഓപ്പൺ മൈൻഡഡ്നെസ്, സി, എക്സ്പ്രഷൻ ഓഫ്, ഡി, നൺ ഓഫ് ദി അബോവ്.
സോ ആൻസർ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഓഫ് എന്നതാണ് ആൻസർ. ഓക്കെ. 9th question is the wrongly spelt word is exorbitant, advantageous, microcredit and potential. ഇതിൽ തെറ്റായ സ്പെല്ലിംഗ് കൊടുത്തിട്ടുള്ളത് ഏതാണെന്നാണ്. ഓപ്ഷൻ ബി അഡ്വാൻറ്റേജസ് ആണ്. അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ADVANTAGEOUS. ഇതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് 10th question, the correctly spelled word is. ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ കറക്റ്റ് ആയിട്ട് സ്പെൽ ചെയ്ത വേർഡ് ഏതെന്നാണ്. ആൻസർ ഈസ് poverty stricken. The correct spelling of the word is എക്സിബിഷന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്? EXHIBITION. ഫാമിൻ്റെത് FAMINE. ആൻസർ എന്ന് പറയുന്നത് poverty stricken. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ. Now we are going to deal with practice exercises section 2. Here the question is find the meaning of the words or phrases in italics. Italicsൽ തന്നിട്ടുള്ള വേർഡ് ആണെങ്കിലും ഫ്രേസ് ആണെങ്കിലും അതിന്റെ അർത്ഥം കണ്ടെത്തുക. First question, the wrong decision of the committee precipitated the lockout at the plant. Precipitated എന്ന് പറഞ്ഞാൽ bring on. ആ ഒരു അർത്ഥം വരുന്നത് ഈ ഓപ്ഷനിൽ ഏതാണ്? Did not affect. Option B resulted in. Option C caused. Option D both B and C. The answer is both B and C. Resulted in and caused. Second question, Mrs. Gomez was not at all perturbed by the agitation in the class. അതായത് ഈ തന്നിരിക്കുന്ന ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള പെർട്ടർബ്ഡ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം മലയാളം അർത്ഥം ഉലയുക, ഉലഞ്ഞ അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. സോ ഓപ്ഷനിൽ അത് വരുന്നത് ഹാപ്പി, not disturbed and none of the above. So answer is disturbed. And third question, use the correct word or usage to complete the sentence. He had asked you to dash your answers, hadn't he? So answer option എന്ന് പറയുന്നത് mail him or mail to him. അതായത് ഈ ഒരു സെന്റൻസിൽ പ്രിപ്പോസിഷൻ ആയ ടൂവിന്റെ ആവശ്യമില്ല. സോ ആൻസർ എന്ന് പറയുന്നത് മെയിൽ ഹിം. ഹി ഹാഡ് ആസ്ക്ഡ് യു ടു മെയിൽ ഹിം യുവർ ആൻസർ. മെയിൽ ടു എന്ന് വേണ്ട, കാര്യം ടു എന്ന പ്രിപ്പോസിഷൻ ഇവിടെ ആവശ്യമില്ല. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ മാനേജർ ഡാഷ്ഡ് ഓൾ ദി ക്ലെയിംസ് ഓഫ് ദ എംപ്ലോയി ആൻഡ് ഡിസ്മിസ്ഡ് ഹിം. ഓപ്ഷൻസിൽ റെപ്യൂട്ടഡ് ആൻഡ് റെഫ്യൂട്ടഡ് തന്നിട്ടുണ്ട്. സോ ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? റെഫ്യൂട്ടഡ്. റെഫ്യൂട്ടഡ് മീൻസ് ഡിനൈഡ്, വേറാസ് റെപ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഫേമസ് അല്ലെങ്കിൽ പ്രസ്റ്റീജിയസ് എന്ന അർത്ഥമാണ് വരുന്നത്. സോ ആൻസർ ഇസ് ദ മാനേജർ റെഫ്യൂട്ടഡ് ഓൾ ദി ക്ലെയിംസ് ഓഫ് ദ എംപ്ലോയി ആൻഡ് ഡിസ്മിസ്ഡ് ഹിം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് സെക്ഷൻ, ഫൈൻഡ് ദ എൻറ്റോണിംസ് ഓഫ് ദി വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള വേർഡ്സിന്റെ ഓപ്പോസിറ്റ് വേർഡ് കണ്ടുപിടിക്കുക എന്നതാണ്. വിപരീത പദം. Fifth question, escalating prices cause hardship to the poor. Fixed, reasonable, falling and fluctuating. Answer is falling എന്നതാണ് അതിന്റെ ആൻസർ. എസ്കലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൂട്ടുക, ഇൻക്രീസിങ് അല്ലെങ്കിൽ റോക്കറ്റിംഗ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സോ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതിന്റെ ആണ് ഒരു വേർഡിന്റെ അർത്ഥമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? താഴേക്ക് വരിക എന്നതാണ്. സോ ആൻസർ ഈസ് falling. And sixth question, I like Ashley a lot. She is a very dynamic person. സോ ഇവിടെ ഡൈനമിക് എന്നതാണ് ഇറ്റാലിക്സിൽ തന്നിട്ടുള്ളത്. സോ ഡൈനമിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആണ്, ആക്റ്റീവ് ആണ്. അതാണ് അതിന്റെ ഒരു സിനോണിം എന്ന് പറയുന്നത്. സോ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ആക്റ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇനാക്റ്റീവ് ആണ്. സോ ആൻസർ ഈസ് ഇനാക്റ്റീവ്. ഓക്കെ. ഡള്ളും നമുക്ക് പറയാവുന്നതാണ്, കാര്യം ഇപ്പം ഡൈനമിക് എന്ന് പറയുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആക്റ്റീവ് ഒക്കെ ആണ് എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഡള്ള് അല്ലെങ്കിൽ സ്റ്റൂപ്പിഡ്, നമുക്ക് വേറെ എന്തൊക്കെ പറയാൻ പറ്റും? ഇനാക്റ്റീവ്, അതും പറയാൻ പറ്റും. സോ ആൻസർ ക്യാൻ ബി ഡൾ ഓർ ഇനാക്റ്റീവ്. And fill in the blanks with the correct idioms or phrases. I suppose the headmaster himself will dash the matter now. I suppose the headmaster himself will dash the matter now. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ look into, look at, look out for, look up. ഇത് ഇത്രയുമാണ് നമ്മുടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. സോ ആൻസർ ഏതാണ്? ലുക്ക് ഇൻ ടു ആണ് ആൻസർ. ലുക്ക് ഇൻ ടു മീൻസ് എക്സാമിൻ സംതിങ്, എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുക. അതാണ് ലുക്ക് ഇൻ ടു എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ അയാളുടെ അപ്പിയറൻസിനെയൊക്കെ നമ്മൾ ലുക്ക് അറ്റ് ഹിം എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ. ഇനി ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു കീപ് ട്രൈങ് ടു ഫൈൻഡ് സംതിങ് ഓർ മീറ്റ് സംബഡി. ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ഫോർ ഇൻഫർമേഷൻ, ടു ലുക്ക് ഫോർ ഇൻഫർമേഷൻ, അതാണ് ലുക്ക് അപ്പിന്റെ അർത്ഥം. സോ ഈ ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് ചേരുന്നത് ഏതാണ്? ലുക്ക് ഇൻ ടു ആണ്. 8th question, in spite of our best efforts at secrecy, my mother dashed our plans for a surprise party. Turned up, got wind of, caught up with and wound up. സോ ഇതിന്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൽ ഏതാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആൻസർ എന്ന് പറയുന്നത് ഗോഡ് വിൻഡ് ഓഫ് ആണ്.
അതായത് ഇതിൽ ടേൺഡ് അപ്പ് എന്ന് പറയുന്നതിന്റെ ആൻസർ ടു അറൈവ് അല്ലെങ്കിൽ ടു ബി ഫൗണ്ട് ആഫ്റ്റർ ബീങ് ലോസ്റ്റ്, അതാണ് ടേൺഡ് അപ്പ് എന്ന് പറയുന്നത്. ഇനി ഗെറ്റ് വിൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ടു ഹിയർ അബൌട്ട് സംതിങ് സീക്രട്ട് ഓർ പ്രൈവറ്റ്, അതായത് എന്തെങ്കിലും ഒരു ചെറിയ സീക്രട്ട് ഉണ്ടായിരുന്നു, അത് അതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു, അതാണ് ഗെറ്റ് വിൻഡ് ഓഫ് എന്ന് പറയുന്നത്. കോട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടു റീച്ച് ദ സെയിം ലെവൽ ഓർ സ്റ്റാൻഡേർഡ് as somebody, അതായത് ഇപ്പം നമ്മൾ മറ്റൊരാളുടെ ആ ഒരു നിലയിലേക്ക് നമ്മൾ ഉയർന്നു വന്നു, അതാണ് കോട്ട് അപ്പ് വിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വൈൻഡ് അപ്പ് മീൻസ് അറിയാലോ, വൈൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈൻഡ് അപ്പ് മീൻസ് ഇന്റന്റ് ടു ബ്രിങ് സംതിങ് ടു ആൻ എൻഡ്. ഈ നമ്മൾ ഈ ആങ്കേഴ്സ് ഒക്കെ ലാസ്റ്റ് വൈൻഡിങ് അപ്പ് ദി ഷോ എന്നൊക്കെ പറയാറില്ലേ. സോ വൈൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എൻഡിലേക്ക് എത്തിക്കുക എന്നതാണ് അർത്ഥം. അപ്പൊ ഇവിടെ എന്തായിരിക്കും ആൻസർ? ഇൻസ്പൈർഡ് ഓഫ് അവർ ബെസ്റ്റ് എഫോർട്സ് ആൻഡ് സീക്രസി മൈ മദർ ഹേർഡ് എന്നർത്ഥം വരണം. സോ ഗോഡ് വിൻഡ് ഓഫ് അറിഞ്ഞു. ആൻഡ് ninth question is, a person who studies human cultures and societies is, ഹ്യൂമൻ കൾച്ചേഴ്സിനെ കുറിച്ചും സൊസൈറ്റിനെ കുറിച്ചും പഠിക്കുന്ന ആളെ ഫിലോളജിസ്റ്റ്, an archaeologist, an anthropologist, ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജിനെ പറ്റി പഠിക്കുന്ന ഒരാളാണ്. സോ ആൻസർ എന്താണ്? ആന്ത്രോപോളജിസ്റ്റ് ആണ്. ആന്ത്രോപോളജിസ്റ്റ്. ഇപ്പൊ ഒരു ഫിലോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കുന്ന ഒരാളാണ്. ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ എക്സാമിനിങ് റിമൈൻസ് ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് ഒബ്ജക്ട്സ് ഫൗണ്ട് ഓൺ ദി എർത്ത്, എർത്തിൽ നിന്ന് കിട്ടുന്ന പഴയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കില്ലേ, റിമൈനിങ്സിനെ കുറിച്ച് പഠിക്കുന്ന ആളാണ് ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റേസിന്റെ ഒറിജിനെ കുറിച്ച് പഠിക്കുന്ന ആളെയാണ് നമ്മൾ ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എ പേഴ്സൺ ഹു സ്റ്റഡീസ് ദ ലാംഗ്വേജ്, അതാണ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത്. സോ ആൻസർ എന്താണ്? ആന്ത്രോപോളജിസ്റ്റ് ആണ് ആൻസർ എന്ന് പറയുന്നത്. Okay, 10th question, correct the spelling of the following word and make a sentence of your own. നെസസിറ്റി എന്ന് പറയുന്ന വേർഡിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആക്കുക. ഇവിടെ തന്നിരിക്കുന്ന സ്പെല്ലിംഗ് തെറ്റാണ്. ആൻഡ് അത് വെച്ച് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. സോ നെസസിറ്റിയുടെ സ്പെല്ലിംഗ് NECESSITY, അതാണ് നെസസിറ്റി. അതിനെ വെച്ചുകൊണ്ട് ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയാം. വാട്ടർ ഇസ് എ നെസസിറ്റി ഫോർ ഓൾ പീപ്പിൾ എന്ന് പറയാം. സോ ഇത് ഇത്രയുമാണ് യൂണിറ്റ് 2 ഡിസ്കഷൻ എന്ന് പറയുന്നത്. നന്നായിട്ട് വായിച്ചാൽ മതി, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. കുറച്ച് ഫ്രൈസൽ വെർബ്സ് ഒക്കെ പഠിച്ചു വെക്കുക, അതിന്റെ മീനിങ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രൈസൽ വെർബ്സിന്റെ മീനിങ്സ് ഒക്കെ പഠിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറേ പാസേജ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.